ഏനാമോ റെഗുലേറ്ററിന് മുൻവശത്തുള്ള ഫേസ് കനാലിൽ ജലസേചന വകുപ്പ് സ്ഥാപിച്ചിരുന്ന വാട്ടർ ലെവൽ സ്കെയിൽ സാമൂഹ്യവിരുദ്ധർ ഊരിയെടുത്ത് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലയിലെ 10,000 ഏക്കറോളം വരുന്ന കോൾപ്പാടങ്ങളിലേക്ക് ജലനിയന്ത്രണം നടത്തിയിരുന്നതും റെഗുലേറ്റർ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമീകരിച്ചിരുന്നതും ഫേസ് കനാലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ലെവൽ സ്കെയിലിലെ ജലനിരപ്പ് നോക്കിയാണ്. വാട്ടർ ലെവൽ സ്കെയിൽ ഊരി നശിപ്പിച്ചതോടെ ഫേസ് കനാലിലെ ജലനിരപ്പ് അറിയാനാവാത്ത അവസ്ഥയാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികൾ ഇറിഗേഷൻ വകുപ്പിന് വിവരമറിയിച്ചതിനെ തുടർന്ന് കനാൽ കരയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ട വാട്ടർ ലെവൽ സ്കെയിൽ ബണ്ടിനോട് ചേർന്ന് താൽക്കാലികമായി ചാരിവെച്ചിട്ടുണ്ട്. നിലവിൽ ഫേസ് കനാലിൽ 50 സെന്റിമീറ്ററിൽ താഴെയായിരുന്നു ജലനിരപ്പ്. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ ഏറ്റവും കുറഞ്ഞത് 60 സെന്റിമീറ്ററും കൂടിയത് 1 മീറ്ററുമാണ് ജലനിരപ്പ് വേണ്ടത്. ജലനിരപ്പ് കുറഞ്ഞാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് പ്രവേശിക്കാനും ഇടയാക്കും. ജലനിരപ്പ് 1 മീറ്ററിനേക്കാൾ കൂടിയാൽ കോൾ മേഖലയിലെ ബണ്ടുകൾ തകർന്നു പോകും. ചില പടവുകളിൽ വിളവെടുപ്പ് പൂർത്തിയായെങ്കിലും പല പടവുകളിലും നെൽച്ചെടികൾ ഉണങ്ങാതെ സംരക്ഷിക്കുവാൻ കൂടുതൽ വെള്ളം ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. കൃഷിക്കായി ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും വെള്ളം ഇനിയും ഒഴുകിയെത്തിയിട്ടില്ല. കോൾ ചാലുകളിലും ഫേസ് കനാലിലും കുറഞ്ഞ അളവിൽ അടിവെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഉപ്പിന്റെ അംശം കൂടുതലുള്ള ഈ വെള്ളം നെൽച്ചെടികൾക്ക് നൽകിയാൽ നെല്ലിന്റെ വിളവിനെ ദോഷകരമായി ബാധിക്കും. കൊയ്ത്തു കഴിഞ്ഞ സമീപ പടവുകളിൽ എല്ലാം ഇത്തവണ വിളവ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകുതിയിൽ താഴെ മാത്രമായിരുന്നു. ഇതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. വാട്ടർ ലെവൽ സ്കെയിൽ പുനഃസ്ഥാപിക്കുന്നതിനും ചിമ്മിനിയിൽ നിന്നും തുറന്നുവിട്ട വെള്ളം പെട്ടെന്ന് കോൾപ്പടവുകളിലേക്ക് എത്തുന്നതിന് കനാലുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും കൃഷിവകുപ്പിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവർട്ടി.